രാവിലെ മുതൽ തന്നെ വളരെ ശക്തമായ മഴയാണ്. ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു. വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. വർക്കലയിലെ തീരദേശ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രി 1:30 മുതൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. പുലർച്ചെയാണ് കുന്നിടിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആളപായം ഒഴിവായി. സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ 5:30 മണി മുതൽ ഈ ഭാഗത്ത് ബലിതർപ്പണം നടത്തുന്നതിന് ഭക്തർ എത്താറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കുന്നിന്റെ ഭാഗമടർന്ന് വലിയ കല്ലുകൾ താഴേക്ക് പതിച്ചു. ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്ത് മുന്നിലുമായാണ് കുന്നിടിഞ്ഞു വീണിട്ടുള്ളത്. പുലർച്ചെ മണ്ഡപം തുറക്കാനെത്തിയ ജീവനക്കാരാണ് കണ്ടത്. എന്നാൽ വീണ്ടും കുന്നിടിയാൻ സാധ്യത ഏറെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വളരെ ദുർബലമായ ഒന്നാണ് പാപനാശം കുന്നുകളുടെ ഉൾഭാഗം. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുന്നുകളെ സാരമായി ബാധിക്കും. മഴയും കാറ്റും പ്രതിരോധിക്കാനുള്ള ശേഷിയും കുന്നുകൾക്കില്ല. എല്ലാ മഴക്കാലത്തും കുന്നുകൾ ഇടിയാറുണ്ട്. കുന്നിനോട് ചേർന്നാണ് ടൂറിസം പോലീസിന്റെ വിശ്രമ മുറിയും ഉള്ളത്. ബലിമണ്ഡപത്തിന്റെ സമീപത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് 1 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ മുൻഭാഗം നിരപ്പാക്കുന്നതിനായി 1 മാസം മുൻപ് കുന്നിടിച്ച് മണ്ണെടുത്തിരുന്നു. നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് ഈ ഭാഗം കോൺക്രീറ്റ് ചുവരുകൾ കെട്ടി സംരക്ഷിക്കാമെന്നുള്ള തീരുമാനവും എടുത്തിരുന്നു. ഇതിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഒരാഴ്ച മുന്നേ പുതുതായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സെപ്റ്റിക് ടാങ്കുകൾക്ക് മുകളിൽ പാകിയിരുന്ന മുൻഭാഗത്തെ ഇന്റർലോക്കുകൾ മഴയിൽ ഇടിഞ്ഞു താഴുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് പാപനാശം ഹെലിപ്പാഡ് ഭാഗത്തെ കുന്നുകൾ ഏതാണ്ട് 10 മീറ്ററോളം വീതിയിൽ ഇടിഞ്ഞ് വീണത്. മഴ ശക്തമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. വർക്കല പാപനാശം എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം പരിസരത്തുള്ള പലരും ബലിതർപ്പണത്തിനായിട്ട് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും ഇവിടെ നല്ല തിരക്കുള്ള ഒരു ഇടം തന്നെയാണ്. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കുന്നിടിയുന്ന പ്രദേശം പതിവായി എല്ലാ വർഷവും കുന്ന് ഇടിയുന്ന ഒരു പ്രവണത ആ പ്രദേശത്തിനുള്ളത് കൊണ്ട് തന്നെ അത് എപ്പോഴും അവിടുത്തെ നാട്ടുകാർക്ക് അതൊരു പരിചിതമായ കാര്യം തന്നെയാണ്. പക്ഷെ പലപ്പോഴും അതുകൊണ്ട് തന്നെ ആൾക്കാർ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ പ്രദേശത്ത് അവരുടെ സഞ്ചാരങ്ങളൊക്കെ ക്രമീകരിക്കാറുള്ളത്. എങ്കിലും ഇപ്പോഴുള്ള ഈ മഴ വളരെ തകർത്ത് പെയ്യുന്ന മഴയാണ്. നമുക്ക് പറയാൻ സാധിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഒരിക്കൽ മഴ പെയ്തു തുടങ്ങിയാൽ അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ മഴ പല രീതിയിലാണ് ശക്തി പ്രാപിക്കുന്നത്. രാവിലെ തോർന്നു നിന്നാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്യാറുണ്ട്. ആ മഴ മണിക്കൂറുകളോളം നിൽക്കാറുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇവിടെ ബലിതർപ്പണത്തിന് എത്തുന്നവരുടെ സുരക്ഷ പരിഗണിക്കണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട്. ചിലപ്പോൾ ബലിതർപ്പണത്തിന് അതിരാവിലെ വലിയ തിരക്കുകളില്ലാത്ത സമയമായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് വലിയ അപകടത്തിലേക്ക് വഴിതെളിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ഈ പരിസരത്ത് വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.